കുംഭമേളയ്ക്ക് ഉത്തർപ്രദേശിൽ തുടക്കമായി. വലിയ ജനസംഖ്യ, വലിയ ആളുകളാണ് വരുന്നത്. 40 കോടിയോളം ആളുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ അതൊരു വലിയ അത്ഭുതമാവില്ലേ? അതിപ്പോൾ നടക്കുമോ എന്നാണ് സംശയം. അല്ല, നടന്നു തുടങ്ങിയല്ലോ. നടന്നു തുടങ്ങി. നമ്മൾ ജനുവരി 1 ന്യൂ ഇയർ ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു മഹാൻ വന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതെ അതെ. അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റ് മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, കുംഭമേള തടയണം. കുംഭമേള വലിയ തോതിൽ മുസ്ലിമുകളെ മതം മാറ്റാൻ കാരണമാകുന്നു. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, ഇത് കേട്ട് മോദിയും യോഗിയൊക്കെ ഞെട്ടിത്തെറിച്ച് പോയി കാണും. കാരണം കുംഭമേള നടക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. എവിടെയാണ് കുംഭമേള നടക്കുന്നത്? ഉത്തർപ്രദേശിലെ വാരണാസിയിൽ പ്രയാഗ്രാജിലാണ് നടക്കുന്നതല്ലേ. ഹിന്ദുക്കളുടെ അതിപ്രാചീന കാലം മുതലുള്ള പുണ്യസ്ഥലമായ കാശി വഖഫാണെന്നാണ് മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ പറയുന്നത്. ചിരിച്ചു തള്ളാൻ നമുക്ക് വേണമെങ്കിൽ, പക്ഷെ ഞാൻ ചിരിച്ചു തള്ളൂല. കാരണം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിം പള്ളി നിൽക്കുന്ന സ്ഥലം വഖഫ് ഭൂമിയാണ്. അങ്ങനെ രാമജന്മഭൂമി ക്ഷേത്രം ഇപ്പോൾ ഉണ്ടായല്ലോ, അവിടെ ബാബറി മസ്ജിദ് നിന്നതുകൊണ്ട് അത് വഖഫ് ഭൂമിയായിരുന്നു. പക്ഷേ കോടതി എന്ത് പറഞ്ഞു? വഖഫ് ഭൂമിയാണേലും അത് ക്ഷേത്രം പണിയാൻ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി പറഞ്ഞു. അതുകൊണ്ട് വഖഫ് ഭൂമി ഞങ്ങൾ വിട്ടുകൊടുത്തു. ഇപ്പോൾ അതേ ഇത് പറയാൻ കാരണം, മുനമ്പം വഖഫ് ഭൂമിയാണ്, കോടതി പറയട്ടെ, കോടതി പറഞ്ഞാൽ വിട്ടുകൊടുക്കാം എന്ന് പറയുന്ന പോലെ അതിന് പറയുന്ന ന്യായം എന്താ? മുസ്ലിം പള്ളി നിന്നാൽ അതെന്താണ്? വഖഫാണ്, വഖഫ് ഭൂമിയാണ്. അതെ, കാശി അപ്പോൾ വഖഫ് ഭൂമിയാണ്. അവിടെയാണ് ഞാൻ ബാബി മസ്ജിദ്. അതിൻ്റെ പേരിലാണ് തർക്കം. അത് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തിട്ട് നിർമ്മിച്ച പള്ളിയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടറിയാം. കാരണം അതിൻ്റെ മകുടങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ചിത്രം കണ്ടറിയാം. ചിത്രം നമുക്കിപ്പോൾ കാണിക്കാം. ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയുടെ മുകളിൽ ഒരു ഇഡലി എടുത്ത് വെച്ചതുപോലെയാണ് ഈ മകുടം ഇരിക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ അകത്തേക്ക് നോക്കി നന്ദിയുടെ വിഗ്രഹം ഇരിപ്പുണ്ട് പുറത്ത്, അല്ലേ? നന്ദി വിഗ്രഹം എവിടെ വെക്കുന്നത്? ശിവക്ഷേത്രങ്ങളിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന പോലെയാണ് നന്ദിയുടെ വിഗ്രഹം വരുന്നത്. അതിൻ്റെ പേരിലാണല്ലോ തർക്കം, സർവേ നടക്കുന്നതും തർക്കമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതും. അവിടെ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഒരു ഭാഗം പ്രത്യേകം അളന്ന് കെട്ടി തിരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഫൗണ്ടൻ എന്ന് പറഞ്ഞ് ഇവർ കൈയും കാലും ഒക്കെ കഴുകുന്ന സ്ഥലത്ത് വെള്ളത്തിൽ ശിവലിംഗം ഇരിക്കുന്നത് നമ്മൾ കണ്ടതും, അല്ലേ? സർവേയിലൂടെ പുറത്തു വന്നതാണ്. ആ ഗ്യാൻബാബി മസ്ജിദ് അവിടെയുണ്ട്. അപ്പം മൗലാന മുഫ്തി മുഹമ്മദ് ഷഹാബുദ്ദീൻ വെറുതെ പറയുകയല്ല, കാശി എന്താണ്? വഖഫാണ്. അപ്പോൾ അതുകൊണ്ട് വഖഫ് ഭൂമിയിലാണ് എന്ത് നടക്കുന്നത്? നിങ്ങൾ 10-40 കോടി ഹിന്ദുക്കൾ വന്നിട്ട് ഒരു കുംഭമേള നടക്കുന്നത് ഞങ്ങളുടെ ഭൂമിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ് കളി പോകുന്ന പോക്ക് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ തമാശയായിട്ട് ചിരിക്കും. നമ്മളിവിടെ പറയും വഖഫ് എന്ന നിയമം കൊണ്ട് വഖഫിലൂടെ ഇന്ത്യ മുഴുവൻ അവകാശപ്പെടാമെന്ന് പറയുന്ന ആൾ, ഇപ്പോൾ നിങ്ങൾക്ക് വേണം ഇവൻ മനോരോഗിയെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പറയണം, ആൾ ഇന്ത്യ മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് എന്നൊരു സംഘടന അംഗീകൃതമല്ലെന്ന് പറയണം. ഇവന് പ്രാന്താന്ന് പറയണം. പറയുമോ നിങ്ങളാരെങ്കിലും? പറയില്ലല്ലോ. എന്തിന് ന്യൂ ഇയർ ആഘോഷിക്കരുത് എന്ന് ഈ മഹാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ ചില ആളുകൾ തന്നു അതിൻ്റെ താഴെ വന്ന് ചോദിച്ചു, അതിന് നിനക്കെന്താടാ, മുസ്ലിങ്ങളോടല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മൗലാന മുഫ്തി ഷഹാബുദ്ദീനെ അംഗീകരിക്കുന്ന അഖിലേന്ത്യാ മുസ്ലിം ജമായത്ത് പ്രസിഡന്റിനെ അതിൻ്റെ തീരുമാനം അംഗീകരിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ടെന്നല്ലേ? അതെ. അപ്പോൾ ഇവർ നോക്കൂ, മഹാകുംഭമേള 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അതിപവിത്രമായ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഘോഷമാണ്, ഒരു വിശ്വാസമാണ് അവിടെ ഗംഗയിലെ സ്നാനം. അതിനു വേണ്ടിയിട്ടാണ് 40 കോടിയോളം ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായി വരുന്നത്, വിദേശികൾ ഉൾപ്പെടെ, അല്ലേ? വിദേശത്തുള്ള ഹിന്ദുമത വിശ്വാസികൾ ഉൾപ്പെടെ വരിക, ഇന്ത്യക്കാരല്ലാത്തവർ ഉൾപ്പെടെ. അവിടെ ഇത് നടത്താൻ പാടില്ല എന്ന് പറയുന്ന ഒന്നാമത്തെ കാരണം ഇതാണ്. ഏത്? അത് വഖഫാണ്. അപ്പോൾ ഇനി എവിടെയാണ് ഇവർക്ക് വഖഫ് എന്ന് പറയാൻ തയ്യാറാവാതെ വരിക? എവിടം വേണമെങ്കിലും ഇവർ വഖഫായിട്ട് അവകാശപ്പെടും. അത് കഴിഞ്ഞില്ല. രണ്ടാമത്തെ എന്താണ്? മതം മാറ്റം. നിങ്ങളിങ്ങനെ ഇത്രയും ആളുകളൊക്കെ വരുമ്പോൾ, ഇത്രയും വലിയ ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ മുസ്ലിങ്ങൾക്ക് മതം മാറാൻ തോന്നും. ഒരു സംഭവം ഇവിടെ ഉണ്ടായി. ഇതിനാധാരമായ ഒരു സംഭവം ഇപ്പോൾ വാരണാസിയിലുണ്ടായി. മഹ്ദി അലി ഒരു ചെറുപ്പക്കാരൻ്റെ പേരാണ്. ഈ ചെറുപ്പക്കാരൻ ഹിന്ദു ആയിരുന്നു. അയാളുടെ പേര് അനൂജ് പ്രതാപ് സിംഗ് എന്നായിരുന്നു. അനൂജ് പ്രതാപ് സിംഗ് 2016 മുസ്ലിമായ ആളാണ്. മുസ്ലിമായിട്ട് മഹ്ദി അലി എന്നുള്ള പേര് സ്വീകരിച്ചു.
ഇയാളിപ്പോൾ പരസ്യമായി പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മടുത്തു ഇസ്ലാം മതം, ഞാൻ എൻ്റെ മതത്തിലേക്ക് പോവുകയാണ്. ഞാൻ 2010 മുതൽ എൻ്റെ കൂട്ടുകാരൊക്കെ മുസ്ലിങ്ങളായിരുന്നു, അവരുടെ സ്വാധീനത്തിൽപ്പെട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിൽ അവർ ഭയങ്കര തീവ്രവാദ ആശയങ്ങൾ എന്നിൽ ചെലുത്തി 6 വർഷം കൊണ്ട് ഞാൻ മതം മാറി. അനൂജ് പ്രതാപ് സിംഗ് എന്നുള്ള ഞാൻ മഹദി അലിയായിട്ട് മാറി. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്തെല്ലാം ദുരാചാരങ്ങളാണ്, എന്തെല്ലാം നമുക്ക് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്, എത്രമാത്രം ഹിന്ദു മത വിദ്വേഷമാണ് ഇവർക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇത്രയും ഞാൻ വലിയ മതമാണ്, സമാധാനത്തിൻ്റെ മതമാണ് എന്നൊക്കെ കരുതി പോകുന്നതാണ്, എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് മഹദി അലി പത്രസമ്മേളനം നടത്തി തിരിച്ചു വന്നു. ഇതൂടെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ പറഞ്ഞിരിക്കുന്നത്, കുംഭമേള ഇങ്ങനെ നടന്നാൽ വലിയ തോതിൽ മുസ്ലിങ്ങൾ മതം മാറി ഹിന്ദുക്കളാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇത് തടയണം എന്ന് അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് പരാതി കൊടുത്തു. ആ പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാൻ പോകാം. അപ്പോൾ ഈ കുംഭമേള കണ്ട് ആകർഷ്ടരായിട്ട് കുറേ മുസ്ലിങ്ങൾ ഈ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരും, അല്ലെ എത്തിച്ചേരുമെന്നുള്ള അവർ ഭയപ്പെടുന്നു. അതല്ല, ഹിന്ദുക്കളുടെ കാശി പോലെയുള്ള ഒരു പുണ്യസ്ഥലം വഖഫാണെന്ന് പറയാനും അവിടെ നൂറ്റാണ്ടുകളായിട്ട് ആയിരക്കണക്കിന് ആണ്ടുകളായിട്ട് നടക്കുന്ന കുംഭമേള പോലെയുള്ള ഹിന്ദുക്കളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷം പോലും തടയണമെന്നാവശ്യപ്പെടുന്ന തരത്തിലേക്ക് ആരും മാറിയിരിക്കുന്നു എന്നതാണ് പ്രശ്നം. നാളെ ഇത് എവിടെയും നടക്കും. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, അബ്ദുൽ നാസർ മസ്രിയുടെ പ്രസംഗം നിങ്ങൾ കാണുന്നില്ലേ, ഇതുപോലത്തെ ഈ റോഡിലൂടെ നമ്മുടെ മുന്നിലൂടെ ഉത്സവങ്ങൾ ഘോഷയാത്രകൾ പോകുന്നു, ഇത് ഷിർക്കല്ലേ, ഇതെങ്ങനെ അനുവദിക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന മദനിയുടെ പ്രസംഗം യൂട്യൂബിലുണ്ട്, വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എന്ന് പറയുന്നത് പോലെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ സംഭവമാണ് ലോകത്തിലെ കുംഭമേള പോലും തടയണം. കാശി, ജീവിതം അവസാനിക്കുന്ന കാശിയിൽ പോയി അവസാനിപ്പിക്കണമെന്ന് അല്ലേ, അവിടെയാണ് മോക്ഷം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും. ആ കാശി പോലും വഖഫിൻ്റെ ആണെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതിന് ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം, കുംഭമേള അടുത്ത 1 മാസം കൂടെ നീണ്ടു നിൽക്കും അല്ലേ. കുംഭമേളയ്ക്കെതിരെ അതിഗുരുതരമായ ഭീഷണികളുണ്ട്. കുംഭമേള തകർക്കുക എന്നുള്ളത്, അവിടെ ഒരു സ്റ്റാമ്പ് പേഡ് ഉണ്ടാക്കി 10-40 കോടി ആളുകൾ വരുന്ന എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വലിയ ദുരന്തം ഉണ്ടാവും. പണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്, 1000-ഓളം പേര് മരിച്ചു. അത് വാർത്ത പോലും ആക്കിയില്ല. നെഹ്റു പറഞ്ഞെന്താണെന്നറിയോ, 10,000 ഭിക്ഷക്കാർ മരിച്ചു എന്ന് പറഞ്ഞത്. ഹിന്ദുക്കളോടുള്ള അയാളുടെ സമീപനമായിരുന്നു. എനിക്ക് ബഹുമാനമൊന്നുമില്ല, അതുകൊണ്ടാണ് മനുഷ്യൻ തീർച്ചയായും കുംഭമേളയ്ക്ക് വന്ന ആളുകൾ ഏതാണ്ട് പിച്ചക്കാർ മരിച്ചു എന്ന് പറയുന്ന ആളെ അയാളെന്ന് തന്നെ വിളിക്കുന്നത് പരമാവധി നൽകുന്ന ആനുകൂല്യമാണ് അല്ലേ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, കുറച്ച് പിച്ചക്കാർ മരിച്ചു എന്നാണ് പറഞ്ഞത്. ഗൂഗിൾ ചെയ്താൽ കാണും നെഹ്റുവിൻ്റെ കാലത്ത് കുംഭമേളയ്ക്കുണ്ടായ സ്റ്റാമ്പ് പേഡിൽ മരിച്ചവരെക്കുറിച്ച് നെഹ്റു പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണ്. ഒരു 10 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തു, ഓർക്കുന്നുണ്ടോ? ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിലെ 3 പേർ പഞ്ചാബിലെ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചവരാണ്. ഇവർ പെട്ടെന്ന് വെളുപ്പിനെ 4:30 കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തിങ്കളാഴ്ച വെളുപ്പിനെ 4:30 പഞ്ചാബ് പോലീസ് SP വിളിച്ചു പറയുന്നു, ഇവർ പിലിഭത്ത് എന്ന് പറയുന്ന UP-യിലെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ മേനകാ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു പിലിഭത്തിൽ കുറേ സിഖുകാരുണ്ട്. അപ്പോൾ അവരുടെ പേരെന്ന് പറയുന്നത് ഗുർവിന്ദർ സിംഗ്, വീരേന്ദർ സിംഗ്, ജസൻപ്രീത് എന്ന് പറയുന്ന 3 പേർ. ഇവർ ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടന, നിരോധിക്കപ്പെട്ട സംഘടനയുടെ പ്രവർത്തകരാണ്. അവർ പോലീസ് സ്റ്റേഷനുകളിലേക്ക് നേരെ ഗ്രനേഡ് ആക്രമണം നടത്തിയവരാണ്. അവർ എങ്ങോട്ട് കടന്നിട്ടുണ്ട്, UP-യിലേക്ക് കടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 4:30 പഞ്ചാബ് പോലീസിൻ്റെ അറിയിപ്പ് കിട്ടി. 6 മണിക്ക് 3 പേരുടെ ഡെഡ് ബോഡി കിട്ടി. UP പോലീസ് വെടിവെച്ച് കൊന്നു. അപ്പോൾ നമ്മൾ അന്നൊരു വീഡിയോ ചെയ്ത് UP പോലീസിൻ്റെ ഒരു ജാഗ്രത എന്നാണ്. അങ്ങനെയല്ല സംഭവം. കാരണം ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ, റോ അടക്കമുള്ള ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പന്വൻ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ് അമേരിക്കയിലിരിക്കുന്ന പന്വൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്, കുംഭമേള തകർക്കണം. അവിടെ ഷഹീസ്നാൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഷഹീസ്നാനാണ്. ഷഹീസ്നാനിന് വരുന്ന നരേന്ദ്രമോദിയെയും യോഗി ആദിത്യനാഥിനെയും കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പന്വൻ ഹയർ ചെയ്തിരിക്കുന്ന KZF ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സിൻ്റെ
പ്രവർത്തകരെയാണ്. അവരെ കുംഭമേള അലങ്കോലപ്പെടുത്താൻ, അവിടെ വലിയ കുഴപ്പമുണ്ടാക്കാൻ, ആളുകളെ പറ്റിയാൽ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി പന്വൻ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ഇൻ്റലിജൻസ് വിവരം കൂടി ഉള്ളതുകൊണ്ടാണ് UP കയറിയപ്പോഴത്തേക്കും എന്ത് ചെയ്തത്, UP പോലീസ് വെടിവെച്ച് വന്നത്. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പം നമ്മളോർത്ത് 3 പേരെ കിട്ടി, പഞ്ചാബ് പോലീസ് അറിയിച്ചു, എത്ര ജാഗ്രത. അങ്ങനെയല്ല, കുംഭമേള കലക്കാൻ വേണ്ടി ആഗോള തീവ്രവാദ സംഘടന പാകിസ്ഥാൻ ISI, പന്നുൻ്റെ 6 for Justice, അതുകൂടാതെ നേപ്പാളിൽ ഒരു മീറ്റിംഗ് നടന്നു എന്നാണ് പറയുന്നത്. നേപ്പാളിൽ ചേർന്ന മീറ്റിങ്ങിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സ്ലീപ്പർ സെല്ലുകളും UP സജീവമാണെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ കുംഭമേളയെ തകർക്കുക എന്നുള്ളത് ചിലരുടെ സ്വപ്നമാണ്. ആ സ്വപ്നമൊന്നും നടക്കുകയല്ല. കുംഭമേളയ്ക്ക് പ്രതിരോധം തീർത്തിരിക്കുന്നത് പോലീസ് മാത്രമല്ല, പോലീസുണ്ട്, എല്ലാം ഉണ്ട്, ഇന്ത്യൻ ആർമിയാണ്. അത് കരയിൽ പ്രതിരോധമുണ്ട്, ആകാശത്ത് പ്രതിരോധമുണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടാണ് ഈ 40 കോടി ആളുകൾ വരുന്ന കുംഭമേളയെ ലോകത്തിൻ്റെ മുന്നിൽ ഇത്രയും വലിയ ആളുകളെ മാനേജ് ചെയ്ത് എങ്ങനെ നടത്താമെന്ന് ഇന്ത്യ ഉത്തർപ്രദേശ് കാണിക്കാൻ പോകുന്നത്. ഏതാണ്ട് 6500 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ്, സർക്കാരിൻ്റെ ചിലവ്. സർക്കാർ ചിലവാക്കുന്നത്, കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ. പക്ഷേ റവന്യൂ എന്ന് പറയുന്നത് 40,000 കോടി രൂപയാണ്. അപ്പോൾ 6500 രൂപ കോടി മുടക്കിയിട്ട് 40,000 കോടിയുടെ വരുമാനം ഉണ്ടാക്കി. പിന്നെ എത്ര ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നു അല്ലേ? ലക്ഷക്കണക്കിന് ആളുകൾ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നു. അപ്പോൾ അവിടെ വേറൊരു ആവശ്യം കൂടെ ഈ ഷഹാബുദ്ദീൻ്റെ പാർട്ടിക്കാർ വന്നിട്ടുണ്ട്. കുംഭമേളയ്ക്ക് വരുന്നിടത്ത് മുസ്ലിം കച്ചവടക്കാർക്ക് കച്ചവടം നടത്താൻ അനുവദിക്കണം. എങ്ങനെയുണ്ട്? മറ്റേ ഹലാലാക്കി കൊടുക്കണം. അപ്പോൾ ഏതായാലും ഇതാണ് കുംഭമേള വിശേഷം. അപ്പോൾ മോദിയും ഷഹാബുദ്ദീൻ മുഫ്തി, മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ ഒരു വ്യക്തിയാണ്. അയാളുടെ കൂടെ ആളൊന്നുമില്ല എന്ന് പറയുന്നത്, പക്ഷേ അയാളൊരു ആശയമാണ്. ഹിന്ദുക്കളുടെ പുണ്യഭൂമികൾ പിടിച്ചെടുക്കണമെന്നും ഹിന്ദുക്കളുടെ ഉത്സവങ്ങൾ, അത് കുംഭമേളയായാൽ പോലും കഴിയുമെങ്കിൽ തടയാനുള്ള ഒരു ചെറിയ ശ്രമമെങ്കിലും നടത്തണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ഇയാളുടെ വിഷലിപ്തമായ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. പക്ഷേ നമ്മുടെ സുരക്ഷാ സേനകൾ വളരെ ജാഗ്രതയോടെ നോക്കുന്നുണ്ട്. കുംഭമേള ലോകത്ത് തന്നെ അത്ഭുതകരമായ ഒരു മഹോത്സവമായി, മഹാസംഭവമായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.